മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്തുവില്ലാതെ മരിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ചും നമ്മൾ പഠിക്കണം. ബൈബിള് അത് നമുക്കറിയാം, ഒരു കാര്യം അറിയാം, നരകത്തിന് അർഹരാണ് എന്ന് നമുക്കറിയാം. എന്നാൽ 9 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ക്രിസ്തുവിൽ ഇല്ലാതെ മരിക്കുന്നവരുടെ അവസ്ഥ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, നമുക്ക് ജീവനോടിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ചില തീരുമാനങ്ങൾ എടുക്കാനായി. കാരണം ഈ ലോകത്തിലാണ് യേശുക്രിസ്തു ജഡാവതാരമായിട്ട് വന്നത്, മനുഷ്യനായി അവതരിച്ച്. എന്തിനാണ് അവതരിച്ച് വെച്ചാൽ നിങ്ങളെയും എന്നെയും രക്ഷിപ്പാനായി, പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിപ്പാനായിട്ടാണ് യേശു ലോകത്തിൽ ജഡാവതാരമായിട്ട് വന്നത്. നമ്മളെ തെറ്റിച്ച് കൊണ്ടുപോയി നിത്യനരകത്തിലാക്കാൻ, അവനെ നരകത്തിൽ അവന് വേണ്ടിയാണ് നരകം ഒരുക്കി വെച്ചേക്കുന്നത്, അതിലേക്കാക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുമ്പോഴേ അവനിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ടൊരു മാർഗം കൃപയാലുള്ള വിശ്വാസത്താലുള്ള സൗജന്യമായിട്ടുള്ള നിത്യജീവൻ, അതാണ് യേശുക്രിസ്തു ഓഫർ ചെയ്തത്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഇത് പറ്റത്തില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെടാനുള്ള അവസരം മരണത്തോടെ അവസാനിക്കുക. അതാണ് ആദ്യം പറയാനായിട്ടുള്ളത്. നമുക്ക് രക്ഷിക്കപ്പെടാനുള്ള അവസരം മരണത്തോടു കൂടി അവസാനിക്കുകയാണ്. അതിന് പിന്നെ എന്ത് ചെയ്യും? മരണത്തിൽ നമ്മൾ നേരത്തെയൊക്കെ കേട്ടതാണ്, ആത്മാക്കൾ നിത്യദണ്ഡനം അനുഭവിക്കും. നമ്മൾ ഹെവനെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന, ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയും. മത്തായി 25:46 അവർ നിത്യദണ്ഡനത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. നീതിമാന്മാർ നിത്യജീവനിലേക്ക് പോകും, എവരോ നിത്യദണ്ഡനത്തിലേക്ക് പോകും. മൂന്നാമത് ഉള്ള കാര്യം, ആത്മാക്കൾ ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി രക്ഷപ്പെടുന്നില്ല. പല മതവിഭാഗങ്ങളും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആത്മാക്കളെ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം, മരിച്ചതിന് ശേഷം അവരെ ചില ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി അവരെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കയറ്റി വിടാം, അവർ നരകത്തിൽ കിടക്കത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. സങ്കീർത്തനം 49:7-8 വാക്യം അത് ഞാൻ വായിക്കാം. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കുകയില്ല. ഇത് സാധാരണയുള്ള മനുഷ്യരെക്കുറിച്ചാണ് പറയുന്നത്. അകൃത്യവും ധനസമൃദ്ധിയിലും ഒക്കെ ജീവിക്കുന്ന ജ്ഞാനികളും, പിന്നെ വായിക്കുന്നുണ്ട്, ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ മരിക്കുകയും തങ്ങളുടെ സമ്പാദ്യം കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുകയും ചെയ്യുന്ന കാണുന്നുവല്ലോ. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറയായി നിലനിൽക്കുമെന്നാവുന്ന അവരുടെ അന്തർഗതം. ഇതെല്ലാം നശിച്ചു പോകുന്ന മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അവൻ്റെ പ്രാണന് വീണ്ടെടുപ്പ് നടത്താനോ അതിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ഒരു നാളും സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ബിബ്ലിക്കലായിട്ടുള്ള ഒരു ഉത്തരമല്ല. ബൈബിള് പഠിപ്പിക്കുന്നത് നമ്മളെ ഒന്നും ആ രീതിയിൽ രക്ഷിക്കപ്പെടുത്താനായിട്ട് പറ്റുകയില്ല. 4-ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, മതപരമായ കൂദാശകൾ കൊണ്ട് മുഖേന നമുക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല. എബ്രായർ 9:27 പറയുന്നത് ഇങ്ങനെയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാനായിട്ട് ഒരിക്കൽ അർപ്പിച്ച് തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂദാശകൾ നടത്തിയിട്ട് രക്ഷ പ്രാപിക്കാനായിട്ടില്ല. ദൈവം ഒരു വഴി, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം ഒരു വഴി യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതായിരുന്നു രക്ഷയ്ക്കുള്ള അവസരം. എന്നാൽ അതിനുള്ള അവസരം നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ അവർ നിത്യമായിട്ടുള്ള മരണത്തിന് അല്ലെങ്കിൽ നിത്യമായിട്ടുള്ള നരകത്തിന് യോഗ്യരാകുന്നു എന്നുള്ളതാണ്. 5-ാമത്തെ പോയിന്റ്, നിത്യനരകത്തിന് യോഗ്യരാകുന്നു എന്നുള്ള, നേരത്തെ പറഞ്ഞത് തന്നെ, നിത്യനരകത്തിന് യോഗ്യമാകുന്നു. നമ്മളിപ്പോഴും ചിന്തിക്കുന്ന ക്രിസ്തു ഇല്ലാതെ മരിക്കുന്നവരുടെ അവസ്ഥയാണ്.
ആറാമത്തെ കാര്യം, പാതാളം അവരുടെ പാർപ്പിടമാകുന്നു. സങ്കീർത്തനം 49:14 അവരെ പാതാളത്തിൻ്റെ ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും, അവരുടെ രൂപമില്ലാതെയാകും. പാതാളമാണ് അവരുടെ പാർപ്പിടം. ഏഴാമത്തെ കാര്യം, അവർ യാതനാ സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ള. ലൂക്കോസിൻ്റെ സുവിശേഷം പല പ്രാവശ്യം നമ്മളിത് പറഞ്ഞാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16:19-31 വരെ ലാസറിനെ കുറിച്ചും ധനവാനായ മനുഷ്യനെക്കുറിച്ചും പറയുന്നു. അത് പ്രത്യേകിച്ച് കാണുന്നു 23-ാം വാക്യത്തിൽ, യാതനാ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ധനവാനായ മനുഷ്യൻ. അപ്പോഴേ യാതനാ സ്ഥലമുണ്ട്. അതൊരു ഇൻസിഡൻ്റാണ്, ഒരു ഉപമയല്ല. യേശുവിൻ്റെ കാലത്ത് സംഭവിച്ചതായതുകൊണ്ട് അതിൻ്റെ ധനവാനായ മനുഷ്യൻ്റെ പേര് പോലും അവിടെ വെളിപ്പെടുത്താത്തതിൻ്റെ കാരണം അതാണ്. അത് അവൻ ഇവിടെ യാതനാ സ്ഥലത്താണെന്ന് അവരുടെ വീട്ടുകാരറിഞ്ഞാൽ ഉള്ള പ്രയാസങ്ങൾ പിന്നീട് ഉണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയാതിരുന്നത്. എന്തായാലും അവൻ യാതനാ സ്ഥലത്താണ് എന്നുള്ളത്, ആദ്യ യാതനാ സ്ഥലത്തേക്ക് വരുന്നു എന്നുള്ളത്. അതിനാൽ ക്രിസ്തു ഇല്ലാതെ മരിക്കുന്നവരെ യാതനാ സ്ഥലത്തേക്ക് വരുന്നു. എട്ടാമത്തെ കാര്യം, അന്ത്യന്യായവിധിക്ക് ശേഷം ഇവരെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. റെവലേഷൻസ്, വെളിപ്പാട് പുസ്തകം 20:14-15 വരെയുള്ള വാക്യങ്ങളിൽ ആണ് പറയുന്നത്. അതിൽ പറയുന്നത് ഇത് രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞ് അവരെ തീപ്പൊള്ളിലേക്ക് തള്ളിയിടുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ക്രിസ്തു ഇല്ലാതെ മരിക്കുന്നവരുടെ അവസ്ഥയാണ്. ഒമ്പതാമത്തെ കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യം, ദുഷ്ടൻ്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. ദൈവത്തിൻ്റെ ആ വലിയ ക്വാളിറ്റിയാണ് നമ്മളവിടെ കാണുന്നത്. ദൈവം ഒരിക്കലും ദുഷ്ടന് അതുപോലെ നശിച്ചു പോകണമെന്നും അവനെ നരകത്തിൽ പോകണമെന്നൊന്നും ദൈവത്തിന് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം കർത്താവായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ. ആ പർപ്പസിന് തന്നെയാണ്. ദുഷ്ടൻ്റെ മരണത്തിന് ദൈവത്തിന് ഒരിക്കലും ഒരു പ്രസാദമില്ല. ചില വാക്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. എഹെസ്കേൽ പ്രവചനത്തിൽ 18-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലോ എൻ്റെ താല്പര്യം എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദുഷ്ടൻ അതുപോലെ നശിച്ചു പോകണമെന്ന് ദൈവത്തിന് ഒരിക്കലും ആഗ്രഹമില്ല. കാരണം അവനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ അതേ ഇമേജിലാണ് സൃഷ്ടിച്ചത്. അവൻ ദുഷ്ടനായി പോയത് അവൻ്റെ ഫ്രീ വിൽ സെലക്ഷൻ കൊണ്ടാണ് അവൻ ദുഷ്ടനായി പോയത്. അവൻ ദുഷ്ടത തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ദൈവത്തിന് ഒരിക്കലും അവൻ ദുഷ്ടനായി മരിക്കണമെന്ന് അവൻ ആഗ്രഹമില്ല. അതുകൊണ്ട് ദുഷ്ടൻ്റെ മരണത്തിൽ ദൈവത്തിന് ഒരു താല്പര്യവുമില്ല. അവൻ അവൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിലേക്ക് വരണമെന്നാണ് താല്പര്യം. അത് ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ അവനത് സെലക്ട് ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എഹെസ്കേൽ പ്രവചനത്തിൽ തന്നെ 33:11 എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്രയും എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരുവീൻ, ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ എന്തിനും മരിക്കുന്നു എന്ന് അവരോട് പറക. എന്ത് ക്ലിയറായിട്ട് ബൈബിളിൽ അത് എഴുതിയിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കുക. ദുഷ്ടൻ്റെ മരണത്തിൽ കർത്താവിന് ഒരു താല്പര്യമില്ല. അതേസമയം യഹോവയുടെ വൃതന്മാർ മരിക്കുന്നവന് സന്തോഷമാണ്. അതെന്താണ്? യഹോവയുടെ വൃതന്മാർ, ആ ദൈവത്തെ അറിയുന്ന ജനം തിരിച്ച് ദൈവത്തിലേക്ക് ചെല്ലുന്നത് അവന് ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദുഷ്ടന്മാർ മരിച്ച് എന്നേക്കും നിത്യനരകത്തിലേക്ക്, ആ പാതാളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഇമേജായിട്ട്, ദൈവത്തിൻ്റെ വലിയ പർപ്പസിൽ അവൻ ഈ ലോകത്തിൽ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് വലിയ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈ ലോകത്തിലേക്ക് അയച്ച വ്യക്തി അവൻ്റെ ഫ്രീ വില്ല് കൊണ്ടുള്ള തീരുമാനങ്ങളിൽ അവൻ തെറ്റായി പോയത് ദൈവത്തിന് വലിയ പ്രയാസമാണ്. അവിടെ ദൈവം ഇന്നും കാത്തിരിക്കുകയാണ്. എൻ്റെ പ്രിയ മകനെ, നീ എന്നിലേക്ക് തിരിയൂ, അതിക്രമങ്ങളും പാപങ്ങളും എല്ലാം വിട്ടിട്ട് എൻ്റെ നേരെ തിരിയൂ, ഞാൻ നിൻ്റെ പ്രാർത്ഥനകളെ കേൾക്കാം, നിനക്ക് ഉത്തരം തരാം എന്ന് പറയുന്നു. എന്നാലും അതേ സമയത്ത് തന്നെ പിശാച് അവൻ്റെ ഉള്ളിൽ കള്ളങ്ങൾ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് അവനൊരു വലിയ ഇതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല എന്ന് പറയുന്നത്. അത് പലരും പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. അതൊരു ആറ്റിറ്റ്യൂഡാണ്, മനസ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് സ്വർഗവും നരകവും എന്ന് പറയുന്നത്. ചിലർ പറയുന്നു സ്വർഗം എവിടെ, നരകം എവിടെ എന്ന് പറയുന്നു. ഈ ഭൂമിയിൽ തന്നെയാണ് എന്ന് പറയുന്നു. എന്തൊക്കെയോ പറഞ്ഞ് പഠിപ്പിക്കുന്നു.
എന്നാൽ ഇതെല്ലാം തന്നെ കള്ളത്തരമാണ് എന്ന് നമുക്ക് മനസ്സിലാകാം. ഈ സ്വർഗത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ള സ്വർഗം അനുഭവമാണ്. നരകവും നിത്യമായിട്ടുള്ള നരകമാണ്. ഇതെല്ലാം ബൈബിളിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. യേശുക്രിസ്തുവാണ് ഏറ്റവും കൂടുതൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പഠിപ്പിച്ചിരിക്കുന്നത് തന്നെ. തൻ്റെ പരിശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പരിശുശ്രൂഷ ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ പരിശുശ്രൂഷ അവസാനിപ്പിക്കുന്നത് നരകത്തെക്കുറിച്ചാണ്. പഴയ നിയമത്തിൽ പോലും ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിലെ 2 പർവ്വതമുണ്ട്. ഏബാൽ പർവ്വതവും ഗെരിസിരി പർവ്വതവും. ഈ ഏബാൽ പർവ്വതത്തിൽ നിന്നും ഗെസിരി പർവ്വതത്തിൽ നിന്നും ഒരിടത്തു നിന്ന് അനുഗ്രഹങ്ങളും ഒരിടത്തു നിന്ന് ശാപവും വിളിച്ചു പറയുന്നു. അത് അവിടെ ഒരു നിഴലായിട്ട് അവിടെ കാണുകയാണ്. ഇവിടെ അതുപോലെ സ്വർഗവും നരകവുമുണ്ട്. 2 രീതിയിൽ അതും നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. യേശുക്രിസ്തു പഠിപ്പിച്ചപ്പോഴേ യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷയുടെ ആദ്യ ഭാഗങ്ങളിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് അത് നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 8 പ്രാവശ്യം ഒന്നാം വാക്യം തൊട്ട് പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ സ്വർഗരാജ്യം. ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്ന 8 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ, ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, നീതിക്ക് വിശന്ന് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെയുള്ള 8 കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 23-ല് യേശുക്രിസ്തു വായടയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ പരിശുശ്രൂഷ അവസാനിപ്പിക്കുന്നത് നരകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഹാ കഷ്ടം എന്ന് പറഞ്ഞ് നരകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആണ് 8 പ്രാവശ്യം. അതൊരു ഇൻസിഡൻ്റലായിട്ട് നമുക്ക് തോന്നാം. 8 പ്രാവശ്യം അനുഗ്രഹം മത്തായിയുടെ സുവിശേഷം 5-ൽ പറഞ്ഞ് തുടങ്ങിയെങ്കിൽ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങിയെങ്കിൽ, അത് എൻഡ് ചെയ്യുന്നത് 23-ാം അധ്യായം മത്തായി 23-ലെ 8 പ്രാവശ്യം നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്, ശാപത്തെക്കുറിച്ച് ഹാ കഷ്ടം എന്ന് പറഞ്ഞിട്ട് ആണ് അവസാനിപ്പിക്കുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ്. ഞാൻ പറയുന്നതല്ല, യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പഠിപ്പിച്ചിരിക്കുന്നതും കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്തുവില്ലാതെ മരിക്കുന്ന ആളുകൾ നരകത്തിലേക്ക് ചെല്ലും. അവർക്ക് രക്ഷിക്കപ്പെടാനുള്ള അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദ കാലം. അതുകൊണ്ട് നമ്മൾ ഏത് അവസ്ഥയിലായാലും ഈ ദൈവത്തിന് നമ്മളെ സ്വീകരിക്കാനായിട്ട് ഇന്ന് പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. മരിച്ചു കഴിഞ്ഞിട്ട് ഇതിനൊരവസ്ഥ നമുക്കില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് വിശ്വാസത്തിൽ ജനിക്കുകയും വിശ്വാസത്തിൽ വളരുകയും ചെയ്താൽ ഉറപ്പായിട്ട് വിശ്വാസത്തിൽ മരിക്കാനായിട്ട് സാധ്യമാകും. അതുകൊണ്ട് അവർ നിത്യമായിട്ടുള്ള സ്വർഗീയ അനുഭവത്തിലേക്ക് ചെല്ലും. പിശാചിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് രക്ഷ പ്രാപിച്ച് നിത്യമായിട്ട് ദൈവത്തിൽ നിന്ന് കിരീടം പ്രാപിച്ചുകൊണ്ട് സ്വർഗീയ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടവരും. ഞാൻ 9 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ക്രിസ്തുവില്ലാതെ മരിക്കുന്നവരുടെ കാര്യം. 1, അവരുടെ അവസാനം, അവർക്ക് രക്ഷിക്കപ്പെടാനുള്ള അവസാനം ആണിത്. 2, നിത്യദണ്ഡന അനുഭവിക്കും. ആത്മാക്കളെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ രക്ഷപ്പെടുകയില്ല. മതപരമായ കൂടാശകൾ കൂടി രക്ഷപ്പെടുകയില്ല. നിത്യനരകത്തിന് യോഗ്യരായിത്തീരും. പാതാളമോടെ പാർപ്പിടമാണ്. അവർ യാതനാശ്രയത്തേക്ക് ചെല്ലുന്നു. അന്ത്യന്യായവിധിക്ക് ശേഷം അവരെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. എന്നാൽ ദുഷ്ടൻ്റെ മരണത്തിൽ ദൈവത്തിന് യാതൊരു പ്രസാദവും ഇല്ല. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് നോക്കാം. ഞാൻ ഏത് വിഭാഗത്തിൽ വരുന്നതാണ് എന്നുള്ള നിത്യജീവൻ പ്രാപിച്ച് സ്വർഗീയമായിട്ടുള്ള അനുഭവത്തിൽ ജീവിക്കേണ്ടവരാണോ അതോ നരകത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കേണ്ടവരാണോ? നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ തീർച്ചയായും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമല്ലോ. യേശുക്രിസ്തുവും പറഞ്ഞത് അവസാനം, യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷയുടെ അവസാനം പറഞ്ഞത് ഈ 8 പ്രാവശ്യം ആ തുടക്കത്തിൽ അനുഗ്രഹം പറഞ്ഞെങ്കിൽ അവസാനം 8 പ്രാവശ്യം ഹാ കഷ്ടം എന്ന് പറഞ്ഞ് യേശുക്രിസ്തു തൻ്റെ പരിശുശ്രൂഷ അവസാനിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഒരു ഇൻസിഡൻ്റലായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അത് തീർച്ചയായും ദൈവത്തിൻ്റെ വചനത്തിൽ യേശു പറയുന്നതാണ്. എൻ്റെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇത്രയും അത് കേൾക്കുവാനായിട്ട് ഇതിനെ ഇടവരുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇനിയും
ഈ 1-2 സെഷൻ കഴിയുമ്പോഴേ നമ്മൾ നേരിട്ട് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിവിധ വർണ്ണനകളിലേക്ക് ബൈബിള് പഠിപ്പിക്കുന്നതിലേക്ക് നമ്മൾ തിരിയുകയാണ്. തീർച്ചയായും ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എന്നോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കും. രോഗികളായിരിക്കുന്നവരെ, പ്രയാസങ്ങളിലെ ക്ഷീണങ്ങളിലിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവില്ലാതെ മരിക്കുന്നവരുടെ അനുഭവങ്ങൾ എത്ര ശോചനീയവും എത്ര നികൃഷ്ടവുമാണെന്ന് ഞങ്ങൾ അറിയുന്നു. പൈശാചികമായിട്ടുള്ള വലിയ കെട്ടുകളിലെ കർത്താവെ അവരായിത്തീരുമ്പോഴേ കർത്താവെ ഒരിക്കലും അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് അവർക്ക് പറ്റുകയില്ലല്ലോ. പിന്നെ ചിന്തിച്ചാൽ പോലും നടക്കുകയില്ലല്ലോ. അതുകൊണ്ട് ഈ ലോകത്തിലിരിക്കുമ്പോൾ കർത്താവിനെ അറിയാത്തവർ കർത്താവിനെ അറിയാനുള്ളൊരു തീരുമാനം എടുപ്പാൻ കർത്താവെ ഇത് മുഖാന്തരമാക്കി തീർക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ സമയത്ത് നീ ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തെക്കുറിച്ചും അതുപോലെ നരകത്തെക്കുറിച്ചും ഒക്കെ നീ സംസാരിച്ചല്ലോ കർത്താവെ. ഇതൊക്കെ കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ എഴുതി കിട്ടിയിട്ടും ഞങ്ങൾ ഒന്നും അറിയാത്തവരെ പോലെ ഇരിക്കുന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വഴികളെ തിരഞ്ഞെടുപ്പാനായിട്ട്, ദൈവത്തിൻ്റെ വഴിയിൽ ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രോഗികളായി കർത്താവെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, നരകയോഗ്യമായിരിക്കുന്ന ജീവിതങ്ങളെ ഇതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അവിടെ ഇടപെടണമേ. അവിടെ ഹൃദയത്തിലെ രൂപാന്തരത്തെ കൊടുക്കണമേ. മനസ്സിനെ കർത്താവെ ചിന്തകളെ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലെ ദൈവം അവരുടെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞെങ്കിൽ അതിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ കിരണങ്ങളാൽ അതിൽ നിന്ന് കർത്താവെ അത് റിലീസ് ചെയ്യപ്പെടുവാനായിട്ടും അതിൽ നിന്ന് കർത്താവെ ട്രാൻസ്ഫോം ചെയ്യുവാനായിട്ടും കർത്താവെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകൾ കർത്താവെ ഇത് മുഖാന്തരം ചില അഡിക്ഷൻസിലായിരിക്കുന്ന ഞങ്ങളെ കാണുന്നു. ദൈവമേ, അതിൽ നിന്നെല്ലാം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിടാൻ നോക്കിയിട്ടും അത് വിടാതെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കരടി പോലെ കയറി കർത്താവെ പിടിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അതിനെ റിലീസ് ചെയ്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ അഡിക്ഷൻസും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് എല്ലാ അഡിക്ഷൻസിലായിരിക്കുന്നല്ലോ. അവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ കരയുന്ന അനുഭവങ്ങളെ അവരെ അതിൽ നിന്നൊക്കെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരൊക്കെ കർത്താവെ യേശുവിനെ അറിയുവാനായിട്ട് അവർക്ക് രൂപാന്തരം വരുവാനായിട്ട് ഞങ്ങളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠനകാര്യങ്ങളിലൊക്കെ ശക്തിയോടുകൂടി കർത്താവെ പഠിക്കുവാനായിട്ട് കർത്താവെ നീ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ കണ്ണുനീരെല്ലാം നീ തുടച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നിൽ ആശ്രയിപ്പാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കേട്ടവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ വാട്സാപ്പ് നമ്പറിൽ അയക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.